അപ്പൊ ഈ 5 നേരത്തെ നിസ്കാരം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സമ്മാനമാണ്. അതെങ്ങനെ സമ്മാനാവുന്നത്? കാരണം മിഅ്റാജ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാന്റെ റസൂലിന് ഈ ലോകത്ത് നിന്ന്, ഭൂമിയിൽ നിന്ന് ആകാശ ലോകത്തേക്ക് യാത്ര പോയി അള്ളാന്റെ അടുത്തെത്താൻ പറ്റി. അതൊരു വലിയ അത്ഭുതകരമായ ഒരു യാത്രയാണ്. അത് മുഅ്ജിസത്താണ്. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല എന്നർത്ഥം. അത് അള്ളാഹ് പ്രത്യേകമായി കൊണ്ടുപോയതാണ്. അള്ളാഹ്ക്ക് കഴിയും. പക്ഷെ നമ്മൾ ഓരോരുത്തരെയും അള്ളാഹ് അങ്ങനെ കൊണ്ടുപോകും ഇല്ല. നമുക്കതിനുള്ള ഭാഗ്യമില്ല. അത് അള്ളാന്റെ റസൂലിന് അള്ളാഹ് നൽകിയ ഒരു ഭാഗ്യമാണ്, ഒരു ആശ്വാസവുമാണ്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു, വലിയ പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണ്. അപ്പൊ അള്ളാന്റെ റസൂലിന് ഒരു ആശ്വാസം ആവശ്യമാണ്. അപ്പൊ അള്ളാഹ് നേരെ അള്ളാന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് നല്ലൊരു ധൈര്യം നൽകാണ് റസൂലിന്. അപ്പോൾ ആ ധൈര്യത്തിൽ ആ റസൂൽ തിരിച്ചു വരുന്നത് ഒരു സമ്മാനവുമായി നിസ്കാരം. അപ്പൊ ആ നിസ്കാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മിഅ്റാജാണ്. കാരണം റസൂല് ഈ ഭൂമിയിൽ നിന്ന് അള്ളാന്റെ അടുത്തേക്ക് പോയ പോലെ നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ മനസ്സുകൊണ്ട് അള്ളാഹുവിന്റെ അടുത്തേക്ക് പോയി അള്ളാഹിനോട് സംസാരിക്കാനുള്ള ഒരു ഒരു അവസരമാണ്. അല്ലെങ്കിൽ അള്ളാഹു നമ്മളുടെ അടുത്തേക്ക് വന്ന് നമ്മൾ അള്ളാഹുവിനോട് സംസാരിക്കാനുള്ള ഒരു അവസരമാണ് നമസ്കാരം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അസ്വലാത്തു മിഅ്റാജുൽ മുഅ്മിൻ. നമസ്കാരം എന്ന് പറഞ്ഞാൽ അതെന്താ? അതൊരു വിശ്വാസിയുടെ മിഅ്റാജാണ്. നമുക്കൊക്കെ മിഅ്റാജ് ഉണ്ട്. ആ മിഅ്റാജ് നിസ്കാരമാണ്. കാരണം നിസ്കരിക്കാനായി നമ്മൾ കൈകെട്ടുന്നതോടെ അള്ളാഹ് നമ്മളെ മുന്നിൽ വരികയാണ്. അള്ളാഹിനോട് നമ്മൾ ഇങ്ങനെ സംസാരിക്കുക, അള്ളാഹ് നമ്മളുടെ അടുത്ത് നിൽക്കുക. അതാണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ.